ഇന്ന് എനിക്ക് ഒരു പണിയില്ലാത്തൊരു ദിവസം. അല്ലാത്ത ദിവസങ്ങളിലും പണിയൊന്നുമില്ല. അത് രാവിലെ ഒരു 12:30 ആയപ്പോ നമ്മൾ നേരെ നീച്ചിങ്ങാണ്ട് പോയത് അടുക്കള. നമ്മൾ വിചാരിക്കും രാവിലെ നീച്ചുമ്പോ മുറ്റത്ത് 4 കാറും കജ്ജിൽ പൂത്ത കായുള്ളവനെ ഏറ്റവും ഭാഗ്യമാണെന്ന് വിചാരിക്കും. പക്ഷെ രാവിലെ നീച്ചിങ്ങാണ്ട് നമ്മൾ ഇമ്മാന്റെ ഇപ്പാന്റെ ചിരിച്ചിങ്ങാണ്ടില്ല മോറ് കാണാൻ പറ്റുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അങ്ങനെ തിരിഞ്ഞുകൊണ്ടോണ്ട് മോറൊന്നും കിട്ടിയിട്ടില്ല. തൽക്കാലങ്ങൾ ചന്തി വെച്ച് അഡ്ജസ്റ്റ്. നമ്മൾ ഇമ്മാന്റെ ഈ വിളി കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാളും വലുതൊന്നുമില്ല ഈ ദുനിയാവില്. എന്താ ഈ ഫേക്കായ ലോകത്ത് നമ്മളോട് ശരിക്കുള്ള സ്നേഹം കാണിക്കണം ആകെ 2 ആൾക്കാരുള്ളൂ. അത് നമ്മൾ എമ്മി വാപ്പയാണ്. അത് ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 12:30 ആയപ്പത്തിന് ചട്ടിന്ന് റിസൈൻ ചെയ്ത്. അതുകൊണ്ട് എന്റെ അമ്മ എനിക്ക് കറുവത്തുങ്കായ വെട്ടി അതും തിന്നുകാണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച വന്നിങ്ങനെ കുറെ അതിനൊരു പീസ് ആണ് കൊടുത്തു. അപ്പാണ് തിന്നില്ല. പിന്നീട് മനസ്സിലായത് അത് നോൺ വെജ്. പിന്നെ ചട്ടി പോയി കണ്ട ഒരു മീനാണ്. അത് കഴിഞ്ഞ ഒരു 2 മണിയായപ്പോ നമ്മൾ നേരെ പോയത് കള്ള് ഷാപ്പ്. കള്ളുടിച്ചാനല്ല അവിടുത്തെ ഫുഡ് കഴിക്കാൻ. ചെങ്ങായിമാരെ കൂട്ടിക്കാണ്ട് അവിടുന്ന് ഫുഡ്. നിങ്ങൾ ചെങ്ങായിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കും. ഓരോ സന്തോഷത്തിനും ബെനിഫിറ്റ്സിനും വേണ്ടിട്ട് നമ്മളെല്ലാതാക്കണോരാവും. അത് കഴിഞ്ഞ് കണ്ട് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി കണ്ട് നമ്മളെ വിസ്റ്റോഫിന്റെ ഷൂട്ടാണ്. പിന്നെ പോയത് മണ്ണാത്തിക്കാട് പാലത്തും. നമ്മളങ്ങനെ പാലത്തുമ്പോ അങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് ഇങ്ങനെ ഇന്റെ ചങ്ങായി ഫുൾ ടൈം ഫോണിൽ. ഇവന് കാണാൻ ലാലേട്ടൻ ലൂസിഫർ ഗാന്ധിജിയുടെ ചരിത്രം ഇരുന്ന് കാണും. കോളേജിൽ പോയാലും കൂടി പഠിച്ചാത്ത ചെറുക്ക ഒരു കാര്യമില്ലാതെ റഷീദിന്റെ ചെറുക്കായിരുന്നു കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ പെരീന്ന് കോൾ വരുന്നു. റേഷൻ പീഡിയ പോകാം. നമ്മൾ റേഷൻ കാർഡ് സഞ്ചരിത്ത് കണ്ട് നേരെ വിട്ടു റേഷൻ. ഇവിടെയാണ് പിണറായി സർക്കാർ 2 വർഷത്തിന് ശേഷം മണ്ണെണ്ണ ചങ്ങായിന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണെങ്കിൽ ശരിയാവും. രേഖകളൊക്കെ മാഞ്ഞു പോയി. അങ്ങനെ മണ്ണെണ്ണി വാങ്ങി കണ്ട് നമ്മൾ പാലത്തുമ്പോ ഇവനിപ്പോഴും ഗാന്ധിജിന്റെ ചരിത്രം കണ്ട് സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ലേണിംഗ്സ് പറഞ്ഞ ഒരു ആപ്പിൽ അത്ര കാണുന്നത്. അതിൽ ഓരോ കോമ്പറ്റീഷൻ. അതിൽ 5000-ലധികം ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കും. ഫസ്റ്റ് പ്രൈസ് 1 ലക്ഷം, സെക്കൻഡ് പ്രൈസ് 5 ആൾക്ക് 10,000 രൂപ വെച്ചിട്ടും കൊടുക്കും. 5000-ലധികം ആൾക്കാർ കൊടുക്കണല്ലേ. അപ്പൊ ചിലപ്പോ ഈ പൊട്ടനും കിട്ടണ്ടാവും. അപ്പൊ ബാക്കി നാളെ